ദൈവനാമത്തിന് മഹത്വം. വചനപ്രഭാതത്തിൻ്റെ മാന്യപ്രേക്ഷകർക്ക് സകലവിധ അനുഗ്രഹങ്ങളും നേരുന്നു. സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും ആരോഗ്യവും എല്ലാവർക്കും ഉണ്ടാകട്ടെ. 119 സങ്കീർത്തനം 116 വാക്യത്തിലേക്ക് നമുക്കൊരുമിച്ച് പോകാം. ദൈവമേ, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. എൻ്റെ പ്രത്യാശയിൽ ഞാൻ ലജ്ജിച്ച് പോകരുതേ. ജീവിച്ചിരിക്കുക, പ്രത്യാശയോടെ ഇരിക്കുക. ഈ രണ്ട് കാര്യത്തിന് ദൈവത്തിൻ്റെ സഹായം ചോദിക്കുകയാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. നമ്മുടെ മാതാപിതാക്കന്മാർ ആഗ്രഹിച്ചു കാണും. പക്ഷെ ആഗ്രഹിച്ച എല്ലാവർക്കും ലഭിച്ചിട്ടില്ലല്ലോ. അനാഥരായ ശിശുക്കൾ, കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഒത്തിരി ഉണ്ടല്ലോ. അപ്പോൾ മാതാപിതാക്കളുടെ ആഗ്രഹം കൊണ്ടും അല്ല എന്ന് വരുന്നു. നമ്മൾ ആവശ്യപ്പെടാതെ കിട്ടിയൊരു ജീവിതമാണ്. നമ്മൾ അതിനെക്കുറിച്ച് അവബോധമുള്ളവരാകുന്നത് തന്നെ ഒരു 20 വയസ്സൊക്കെ ആവുമ്പോഴാണ്. അപ്പോഴും അറിയണമെന്നില്ല ഈ ജീവിതം എങ്ങനെ ലഭിച്ചു, ആര് തന്നു, ഇതെത്ര നാളുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ഈ വചനം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ വചനപ്രകാരം എന്നെ താങ്ങണമേ. ഞാൻ എൻ്റെ പ്രത്യാശയിൽ ലജ്ജിച്ചു പോകരുതേ. ഞാൻ ജനിച്ചു എന്നുള്ളത് ശരിയാണെങ്കിലും ഞാൻ ജീവിച്ചിരിക്കണം. ഞാൻ ജനിച്ചത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല, സൃഷ്ടാവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നതും സൃഷ്ടാവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. എങ്കിലും എൻ്റെ ജനനത്തിലും എൻ്റെ മരണത്തിലും എനിക്ക് ഉള്ളതിനേക്കാൾ ഉത്തരവാദിത്വം എൻ്റെ ജീവിതകാലത്ത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ഉണ്ട്. എൻ്റെ ജനനത്തിൽ എനിക്ക് പങ്കില്ല, എൻ്റെ മരണത്തിലും എനിക്ക് പങ്കില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പങ്കുണ്ട്. ഏത് ഷർട്ടിടണം, ഏത് ചെരുപ്പിടണം, ഏത് വാഹനത്തിൽ കയറണം, എവിടെ പോകണം, എപ്പോൾ വരണം, എന്ത് കഴിക്കണം, എന്ത് കുടിക്കണം, എവിടെ താമസിക്കണം, ആരെ കല്യാണം കഴിക്കണം, ആരുമായിട്ട് ഇടപഴകണം. ഇക്കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ പരമാധികാരം അല്ലല്ലോ. നമ്മുടെ ഒരു പങ്കും അതിലുണ്ട്, അല്ലേ? ദൈവമില്ലെന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ കഴിവുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നതെന്ന് അവകാശപ്പെടും. അത് അവരുടെ ഇഷ്ടം. എന്നാൽ നാം ചിന്തിക്കുന്നത് ആത്മീയമായിട്ടാണ്, ദൈവികമായിട്ടാണ്. അതുകൊണ്ട് ഈ ഭക്തൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് ജീവിക്കണം. ഇന്ന് രാവിലെ ഞാൻ ഒരു ഉപദേശി, ഒരു സുവിശേഷകൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ പ്രബോധനം പങ്കുവയ്ക്കുകയാണ്. കർത്താവിനോട് പറയണം, കർത്താവേ, എനിക്ക് ജീവിക്കണം. എനിക്ക് ജീവിച്ചാൽ പോരാ, ആരോഗ്യത്തോടെ ജീവിക്കണം. എനിക്ക് സമാധാനത്തോടെ ജീവിക്കണം. എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. മാത്രം പോരാ,
എൻ്റെ പ്രത്യാശ തകർന്നു പോകരുത്. അത് മരണാനന്തര ജീവിതത്തിലേക്കാണ്. എനിക്കിവിടെ ജീവിച്ചാൽ പോരാ, എനിക്ക് അവിടെയും ജീവിക്കണം. എനിക്ക് ജീവിക്കണം, എനിക്ക് നന്നായി ജീവിക്കണം, എനിക്ക് പ്രത്യാശയോടെ ജീവിക്കണം, ധൈര്യത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം, അനേകർക്ക് പ്രയോജനമുള്ള വിധത്തിൽ ജീവിക്കണം. മാത്രമല്ല, എനിക്ക് നിത്യനാട്ടിലും ജീവിക്കണം. ഇത് നമ്മുടെ പ്രാർത്ഥനയും ഇത് നമ്മുടെ പ്രതീക്ഷയുമാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.